എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. വൻ ഹൈപ്പ് പടം ലാലേട്ടന്റെ, ജിത്തു ജോസഫിന്റെ ദൃശ്യം 3 ആയിരുന്നു. ഈ സാധനം കൂട്ടിക്കെട്ടിട്ട സമയം കഴിഞ്ഞു. വീണ നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്കങ്ങ് പോയി. അതോടെ ആള് ബക്കറ്റ് സ്റ്റാർ പോയി. ലാസ്റ്റ് വരെ ചോരക്കണ്ണ് ഉരുട്ടി സർവ്വ ഭീമന്മാരെയും വിറപ്പിച്ച വാമ്പയർ വാസുവാണ്. നീ കൊള്ളാമല്ലോടി പെണ്ണെ. നിന്നെ ഒടുക്കത്താവാനായിട്ട് അണന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ജോർജ് കുട്ടിയെ പൂട്ടും. ആ ലെവലിൽ അൺസ്റ്റോപ്പബിൾ ആയി വന്ന വില്ലൻ. എന്നെ കൊന്നാലും നിനക്കൊന്നും കിട്ടില്ലടാ. പെട്ടെന്ന് ജോർജ് കുട്ടി വന്ന അയാളോട് പറയാണ്, സത്യം പറയടാ, ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും. എന്നെ കൊല്ലണ ജോർജ് കുട്ടി, ഞാൻ എല്ലാം പറയാം. ഇതൊക്കെ എന്ത് നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. ഇതിന്റെയൊക്കെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇപ്പൊ തൊടുപുഴയിലും. അയ്യന്റെ മോനെ, സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. കല്യാൺ ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. കല്യാണം കഴിഞ്ഞ് അച്ഛൻ മേടിച്ചു കൊടുക്കുന്ന പുതിയ കാറിൽ ജസ്റ്റ് മാരിഡ് ബോർഡൊക്കെ വെച്ച് ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. മിസ്റ്റി മൗണ്ടൻ ഇവിടെ തൊട്ടടുത്താ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളിങ്ങ് തിരിച്ചു വരുമല്ലോ. അത് കഴിഞ്ഞാൽ ചടങ്ങ് നടത്തിയാ പോലെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. All my enemies stand in front of me. Vengeance got no remedy. All my enemies.